സോഷ്യൽ മീഡിയ മുഴുവൻ നോക്കുകയാണെങ്കിൽ ഷെറീൻ്റെ വ്ളോഗാണ്. അതേപോലെ തന്നെ ഓരോ ട്രാവലിനെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരും ഷെറീനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ അന്റാർട്ടിക്ക വരെ എത്തിയ ഷെറീൻ്റെ ഒരു ജേർണി ഉണ്ട്. അത് ഷെറീനെ മാത്രം അറിയാവുന്ന കുറേ കാര്യങ്ങളാണ്. നമുക്കതൊന്ന് ഷെയർ ചെയ്ത് തന്നെ തുടങ്ങാം. അന്റാർട്ടിക്ക ഞാൻ പ്ലാൻ ചെയ്യുന്ന ഏതാണ്ടൊരു 3 വർഷം മുമ്പാണ്. പണ്ട് തൊട്ടേ മനസ്സിലുണ്ട് ഈ സ്ഥലത്ത് പോകണം. അപ്പോൾ ഇതെങ്ങനെ പോകുന്നതെന്ന് ആ സമയത്ത് അറിയത്തില്ല. അതുപോലെ ഇത്രയും ഭയങ്കര എക്സ്പെൻസീവാണ് ഈ യാത്രകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതാണ്ട് 2021 മുതലാണ് ഞാനത് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ 3 വർഷം മുമ്പേ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പോൾ യാത്ര ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ എങ്ങനെ പോകാം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോഴാണ് ഷിപ്പാണ് ബെറ്റർ എന്ന് തോന്നിയത്. നമുക്ക് അന്റാർട്ടിക്കയിലേക്ക് മറ്റ് രാജ്യങ്ങൾ പോകുന്ന പോലെ ചുമ്മാ ഒരു ബാക്ക് പാക്ക് എടുത്ത് അങ്ങ് പോകാൻ പറ്റില്ല. കാരണം അന്റാർട്ടിക്കൽ നാച്ചുറൽ പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്. അപ്പോൾ നമുക്കൊരു ഫ്രീ ആയിട്ട് വണ്ടി വിളിച്ച് പോകാൻ പറ്റുന്ന സ്ഥലമല്ല. ഏതെങ്കിലും ഒരു പാക്കേജിൻ്റെ ഭാഗമായിട്ടേ പോകാൻ പറ്റുള്ളൂ. പെർമിറ്റുകളൊക്കെ വേണം. അപ്പോൾ നമുക്ക് ഫ്ലൈ ചെയ്തും പോവാം, ഷിപ്പ് ആയിട്ടും പോവാം. അപ്പോൾ ബെറ്റർ എനിക്ക് തോന്നിയത് ഷിപ്പാണ്. ഇപ്പോൾ പ്രൈസ് നോക്കുകയാണെങ്കിലും സൗകര്യം അത് തന്നെയാണ്. കാരണം വിസയുടെ പ്രശ്നങ്ങൾ വരും ഫ്ലൈ ചെയ്യണമെങ്കിൽ ചിലിയിൽ പോകണം. അപ്പോൾ അവിടുത്തെ വിസ വേണം. പക്ഷേ ഇപ്പോൾ നമുക്ക് അർജൻറ്റീന വഴിയാണ് നമ്മൾ പൊതുവെ ഷിപ്പിൽ പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിസ എടുക്കണം. അപ്പോൾ ഇതൊക്കെ വലിയ പ്രൊസീജിയറാണ്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തു. ഞാൻ 2022 ആയപ്പോഴേക്കും ഇത് ബുക്ക് ചെയ്തു ഒരു ഷിപ്പ് കമ്പനീനെ. ഓക്കെ, നല്ല കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ എനിക്ക് അന്റാർട്ടിക് സർക്കിളും കൂടി ക്രോസ് ചെയ്യണം എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് ആ ഒരു ഐറ്റ്നറി ഞാൻ തിരഞ്ഞെടുത്തത്. അപ്പോൾ അങ്ങനെ അത് ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഈ പോകാനുള്ള ഫുൾ എമൗണ്ട് ഒന്നും എൻ്റെ ഇല്ല. പിന്നെ ഒരു കോൺഫിഡൻസാണ് ഇത് നമുക്ക് പറ്റും എന്നുള്ളത്. അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു. ഫണ്ട് കണ്ടെത്തി. ഞാൻ ഓരോ മാസം ഇങ്ങനെ പൈസകൾ കൂട്ടി വെച്ചു. അവസാനം ആ യാത്ര യാഥാർത്ഥ്യമായി. പക്ഷേ ഇത് എൻ്റെ ജീവിതത്തിൽ പല രാജ്യങ്ങളും അല്ലെങ്കിൽ പല സ്ഥലങ്ങളും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചതും ഭയങ്കര ബുദ്ധിമുട്ടുള്ള യാത്രയായിരുന്നു ഇത്. കാരണം പ്രത്യേകിച്ച് വിസയുടെ കേസിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇന്ത്യൻ പാസ്പോർട്ടുള്ള ഒരാൾക്ക് അർജൻറ്റീനയൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കണ കേസല്ല. നമുക്ക് വിസ അടിച്ച് തരത്തില്ല. ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് ഈ അമേരിക്കയിലോട്ട് ഇമിഗ്രൻസൊക്കെ ഉണ്ടായിരിക്കും അങ്ങനത്തെ പ്രശ്നം. അപ്പോൾ അത് കുറേ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ പക്ഷേ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റി. നമ്മുടെ അക്കൗണ്ടിൽ വീണ്ടും ഒരുപാട് പൈസ കാണിക്കണം. പിന്നെ നമ്മളിപ്പോൾ കുറച്ച് രാജ്യങ്ങളൊക്കെ പോയതുകൊണ്ട് പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അതൊക്കെ വെച്ചിട്ട് കൺവിൻസ് ചെയ്യാൻ നോക്കി. പക്ഷേ വലിയ കുഴപ്പമില്ല എന്ന് തോന്നി. എന്നാൽ കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും അത് നമുക്ക് തന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഒരു ഫ്ലൈറ്റ് ജേണി ആയിരുന്നു ഈ ഒരു അന്റാർട്ടിക്കയിലോട്ട് പോകാന്നുള്ളത്. അതായത് നമുക്ക് അർജൻറ്റീന വരെ എത്തണമെങ്കിൽ ഞാൻ ഇപ്പോൾ ഇന്ത്യ നിൽക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ നേരെ ഓപ്പോസിറ്റ് പോകണം, നേരെ അപ്പുറത്ത്. അപ്പോൾ നല്ല ലോങ് ഫ്ലൈറ്റ് ആയിരുന്നു. 32 മണിക്കൂർ എടുത്ത് അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പക്ഷേ അതൊരു രസമാണ്, എനിക്ക് ഇഷ്ടമാണ്. കാരണം നമ്മൾ ആഗ്രഹിച്ചൊരു സ്ഥലത്തേക്ക് എത്താൻ പോകണതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് അത് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. അങ്ങനെ നമ്മൾ 32 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് അർജൻറ്റീന എത്തുന്നത്. പിന്നെ അവിടെ നിന്ന് അർജൻറ്റീനയിലെ ബ്യൂണസ് ഐറസ് എന്ന് പറയുന്ന അവരുടെ ക്യാപിറ്റലാണ് ചെന്നിറങ്ങുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീണ്ടും താഴത്തോട്ട് പോകണം. താഴത്തോട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ കൊച്ചിയിൽ കന്യാകുമാരിയിലേക്ക് വരുന്ന എന്ന് പറയുന്ന പോലെ ബ്യൂണസ് ഐറസിൽ നിന്ന് നമ്മൾ ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്തിട്ട് ഉഷ്വായ എന്ന് പറയുന്ന ഏറ്റവും താഴത്തെ സിറ്റിയിലോട്ട് വരണം. അവിടെ നിന്നാണ് ഷിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഈ ഉഷ്വായ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും സദേൺ മോസ്റ്റ് സിറ്റിയാണ്. അത് എൻഡ് ഓഫ് ദ വേൾഡ് എന്നൊക്കെയാണ് അതിനെ അറിയപ്പെടുന്നത്. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ അന്റാർട്ടിക്കയാണ് ലാസ്റ്റ് സിറ്റിയാണ് ഭൂമിയിലെ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ആ സിറ്റി നല്ല രസമുള്ള സിറ്റിയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്നാണ് അന്റാർട്ടിക്ക ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷിപ്പിൽ കയറിയിട്ട് പിന്നെ അന്റാർട്ടിക്കയിലോട്ട്. അന്റാർട്ടിക്കയിൽ എത്തിയപ്പോൾ ഉള്ളൊരു ഫീൽ എങ്ങനെയായിരുന്നു? അത്രയും നമ്മൾ കാത്തിരുന്നിട്ട് ഫൈനലി നമ്മൾ അവിടെ എത്താണ്. അപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ളൊരു സംഭവമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ഫ്ലൈറ്റ് ജേണി ചെയ്യുന്നത്. പലതും ആദ്യമായിട്ടാണ്. അന്റാർട്ടിക്കയിലോട്ട് എത്തണം ആദ്യമായിട്ടാണ് സൗത്ത് അമേരിക്കയിൽ ചെല്ലുന്നത്, ആദ്യമായിട്ടാണ് തിമിംഗലത്തിനെ കാണുന്നത്, ആദ്യമായിട്ടാണ് പെൻഗ്വിനുകളെ കാണുന്നത്. അപ്പം അങ്ങനെ കുറേ ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ ഏറ്റവും രസം രാത്രി 12 മണിക്കും വെട്ടമുള്ളത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ സൂര്യൻ ഞാൻ പോയ ടൈമിൽ സൂര്യൻ അസ്തമിക്കുമെങ്കിലും ഒരു 2 മണിക്കൂറത്തേക്ക് പോയിട്ട് പുള്ളി തിരിച്ചു വരും. അതായത് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ പയ്യെ ഒന്ന് താഴും. പക്ഷേ ഫുൾ ടൈം വെട്ടം തന്നെയാണ്. വെളുപ്പിനെ 2 മണിയാകുമ്പോൾ സൂര്യൻ പിന്നെയും വരും. അങ്ങനെയായിരുന്നു. അതായത് 6 മാസം പകലാണല്ലോ അവിടെ. അപ്പോൾ എപ്പോഴും വെട്ടം തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. രാത്രി അത് പകലേതൊന്നും മനസ്സിലാവില്ല.